ഹായ് അസ്സലാമു അലൈക്കും. നമ്മൾ പാവി വിത്തുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തൈകളൊക്കെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടലാണ് ഇന്നത്തെ പണി. മോനാണ് ആ വിത്തുകളൊക്കെ പാവിയത്. പലതരം പച്ചക്കറികളുടെ വിത്തുകൾ ഒരുമിച്ചാണ് ഇരുന്നിരുന്നത്. അവൻ അതിൽ നിന്ന് കുറച്ച് വാരിയെടുത്ത് എല്ലാ വിത്തുകളും ഒരു ചട്ടിയിൽ തന്നെ പാവി. ഇത് മുളച്ചു വന്നപ്പോൾ വെണ്ടയുടെയും പയറിന്റെയും വഴുതനങ്ങയുടെയും പച്ചമുളകിന്റെയും ഒക്കെ തൈകൾ അതിലുണ്ടായിരുന്നു. തൈകളൊക്കെ മുളച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട്. ആദ്യം തന്നെ മണ്ണും വളവും ഒക്കെ കൂടി ഒരു ഭാഗത്ത് മിക്സ് ചെയ്ത് വെച്ച് അതിൽ കമ്പോസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്നിട്ട് എല്ലാ മണ്ണും ഓരോ ഗ്രോ ബാഗിലാക്കിയിട്ട് നിറച്ചു വെച്ചു. നമ്മൾ ഇവിടുത്തെ മണ്ണിൽ എന്ത് നട്ടാലും ഉണ്ടാവും, ഒരു വളമൊന്നും വേണമെന്നില്ല. പക്ഷേ സ്ഥലം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കുഴിച്ചിടാനുള്ള മണ്ണ് സെറ്റാക്കുന്ന കാര്യം കുറച്ച് കഷ്ടപ്പാടാണ്. വെക്കേഷൻ കഴിഞ്ഞ വരെ മോനുണ്ടാവും എല്ലാത്തിനും ഹെൽപ്പിനായിട്ട്. അവനാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് വലിയ ഉഷാറുമാണല്ലോ. ഈ കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോഴും ഈ വേസ്റ്റ് കൊണ്ടിടാനും അത് ഇളക്കാനും ഒന്നും അവനക്ക് ഒരു മടിയില്ല കേട്ടോ. പയറിന്റെ തൈകളും വെണ്ടയുടെ തൈകളാണ് നമ്മളിപ്പോൾ ഈ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് അവിടെ അവൻ ക്ലീൻ ചെയ്തിട്ട് വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവനെ കിട്ടേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലായ കാരണം ഇനി അവനെ വിളിക്കാനും പറ്റില്ല. വഴുതിനങ്ങയുടെ തൈയൊക്കെ ഇനിയും നടാനായിട്ട് ബാക്കിയുണ്ട്. ഇതിനിടയിൽ വീടിൻ്റെ മുകളിൽ കുറച്ച് ക്ലീനിങ്ങും ചെടികളെ സെറ്റാക്കലും ഒക്കെ ചെയ്തിരുന്നു. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്.